ഇന്ന് പലർക്കും കാണാം കയ്യിൽ ധാരാളം ധനമുണ്ട്, നല്ല കാറുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ തോന്നുകയാണ് എന്നെ ആരും ബഹുമാനിക്കണില്ല. എന്നാൽ ആ മോഹൻലാലിനെയോ ആ മമ്മൂട്ടിയോ ഒക്കെ എവിടെ കണ്ടാലും ആളുകൾ തടിച്ചു കൂടുന്നു, എന്നെ കാണാൻ ആരും വരുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെയല്ല, നമ്മളപ്പുറം നിൽക്കുന്നവരെ മുഴുവൻ കാണുന്നു. നമ്മൾ കാണുന്നത് അപ്പുറേ വേറെ തരത്തിലുള്ള പല കർമ്മങ്ങളും ചെയ്തിട്ട് ബാക്കി കൂടുതൽ ആൾക്കാരെ അറിയപ്പെടുന്ന ആൾക്കാരിലെ പോലെ ഞാൻ എങ്ങനെ ആവാൻ പറ്റും? എനിക്കെന്നാൽ ഒരു നല്ല സിനിമാടനാവാൻ പറ്റുമോ? എനിക്കെങ്ങനെയാണ് പറ്റുക? എനിക്ക് സിനിമാക്കാരെ പരിചയം തന്നെ ഇല്ല, പിന്നെ ഞാനെങ്ങനെയാണ് സിനിമാ നടനാവുക? ഇങ്ങനെ പല പല കൺഫ്യൂഷൻസ് വരികയാണ്. ഒരു ഭാഗത്ത് ധാരാളമായിട്ട് ധനം ഒരു ഭാഗത്ത് വരെയുണ്ട്, ധനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമൊക്കെ അറിയാം. ആ ധനത്തിനനുസരിച്ചിട്ട് ഓരോ ദിവസവും വേറുന്നുണ്ട്. അപ്പോൾ ധനമുണ്ട്, അപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാരെ അറിയാൻ വേണ്ടി ആദ്യം വേറുന്നുണ്ട്. ഞാൻ വളരെ കൂടുതൽ വിലയുള്ള വേഷങ്ങൾ ധരിക്കുന്നു, വളരെ കൂടുതൽ വിലയുള്ള വാച്ച് ഞാൻ ധരിക്കുന്നു, പിന്നെ വളരെ കൂടുതൽ വിലയുള്ള വാഹനങ്ങൾ ഞാൻ വാങ്ങുന്നു. ഇങ്ങനെ പലതൊക്കെ ചെയ്തിട്ട് പോലും എന്താ പറയുക, എന്നാലും എന്നെ ആരും ബഹുമാനിക്കണമെന്നില്ല. ഒരുപക്ഷെ പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ അത് വളരെ ഭംഗിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇഷ്ടംപോലെ പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഒരു ക്ലബിലെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി മോഹിക്കുകയാണ്. കാരണം എന്നെ ആരും വിളിച്ച് പ്രസിഡൻ്റാക്കാൻ വരുന്നില്ല, എനിക്ക് യാതൊരു ബഹുമാനം കിട്ടുന്നില്ല, എനിക്ക് സ്റ്റേജിൽ എന്നെ വിളിച്ചിരുത്തി എനിക്ക് കസേര തരുന്നില്ല. എന്നാൽ എൻ്റെ പോലും അത്രയും ഒന്നും ഇല്ലാത്തവരെയൊക്കെ സ്റ്റേജിലൊക്കെ വിളിച്ചിരുത്തി ഒരു ഗംഭീരമായിട്ട് അവർ ആദരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് മനുഷ്യനെ വല്ലാതെ ഒരു വലിയ വിഭാഗം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.